യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന. ഒത്തിരിയേറെ സ്നേഹത്തോടെ യേശു ആരിലും വലിയവൻ എന്ന മനോഹരമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ്. നമുക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ട എല്ലാ വഴികളും വാതിലുകളും കർത്താവ് ഇന്ന് തുറക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലും എവിടെ ചെന്നാലും നമ്മുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയപ്പെടുന്ന അവസ്ഥയിൽ സങ്കടത്തിലും നിരാശയിലുമൊക്കെ ആയിരിക്കുന്നതിനെ കൊണ്ട് ഇന്ന് കർത്താവ് പുതിയ വാതിൽ തുറക്കാൻ പോവുകയാണ്. നിന്റെ മുൻപിൽ തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടെത്തുവാൻ നിന്റെ ആത്മീയ നേത്രങ്ങളെ കർത്താവ് ഇന്ന് തുറക്കാൻ പോകുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ, ദൈവജനത്തിനു വേണ്ടി അടഞ്ഞുപോയ വാതിലുകളെല്ലാം അങ്ങ് തുറന്നു കൊടുക്കണമേ. അത്ഭുതങ്ങളിലൂടെ ദൈവജനത്തെ നയിക്കണമേ. ചെങ്കടലിൽ പോലത്തെ കർത്താവേ, ദൈവജനത്തിനായി വാതിലുകളെ തുറക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 7-8 വചനങ്ങൾ. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു. പരിശുദ്ധനായവൻ, സത്യവാനായവൻ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, അവൻ അടച്ചാൽ പിന്നെ ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. അവൻ തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കുവാനും സാധ്യമല്ല. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു, മാനവരാശിയുടെ രക്ഷകനായ യേശു ക്രിസ്തു,
മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായ യേശു ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നാൽ ആ വാതിൽ പിന്നെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അവൻ നമുക്ക് മുമ്പിൽ വാതിലടച്ചാൽ അടയ്ക്കപ്പെട്ട വാതിലിനെ തുറക്കുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഈ അടുത്ത നാളിൽ നമ്മുടെ ഒരു ഏകദിന കൺവെൻഷൻ പങ്കെടുത്തൊരു സഹോദരൻ പങ്കുവെച്ച അനുഭവം. നഴ്സിംഗ് കഴിഞ്ഞ് വിദേശത്ത് പോകാനായിട്ട് ഇങ്ങനെ പലതവണ പരിശ്രമിച്ചു. 10 പ്രാവശ്യം IELTS പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയി. മനസ്സ് നിരാശയിലും വിഷമത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ ഏകദിന കൺവെൻഷൻ കൂടാൻ വന്നു. ആ മകന് ഈ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചു, പ്രാർത്ഥിച്ചു. തുടർന്നുള്ള ആഴ്ചകളിലൊക്കെ ആ മകനെ ഏകദിന കൺവെൻഷൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ആ മകൻ വലിയ വിശ്വാസത്തോടെ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ച് വീണ്ടും IELTS പരീക്ഷയിൽ എഴുതുകയാണ്. അത്ഭുതകരമായിട്ട് ആ മകൻ പരീക്ഷയിൽ വിജയിച്ചു. അവന്റെ മുൻപിൽ അടയ്ക്കപ്പെട്ട അനുഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം കർത്താവ് തുറക്കുകയാണ്. എന്താ ഇതിന്റെ പിന്നിൽ സംഭവിച്ചത്? ആ വ്യക്തി കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാൻ തുടങ്ങി, ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദൈവജനത്തോടൊപ്പം സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആ വ്യക്തിയുടെ പഴയ കാഴ്ചപ്പാടല്ല, ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക്, ദൈവമായിട്ടുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് ആ വ്യക്തി കടന്നു വന്നു. വചനം കേട്ടപ്പോൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായി. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായപ്പോൾ ആ വ്യക്തിയുടെ മുൻപിൽ അടയ്ക്കപ്പെട്ട അനുഗ്രഹത്തിന്റെ വാതിലുകൾ കർത്താവ് തുറന്നു. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു, സർവശക്തനായ ദൈവം, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തൻ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നമുക്ക് മുൻപിൽ ഏതൊക്കെ വാതിലുകൾ അടഞ്ഞാലും നമ്മൾ നിരാശപ്പെടുവാൻ പാടില്ല. നമ്മുടെ മുൻപിൽ ആരൊക്കെ വാതിലുകൾ കൊട്ടിയടച്ചാലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് ആ വാതിലുകൾ നമുക്കായിട്ട് തുറന്നു തരും. ഹല്ലേലൂയ. വാതില് തുറക്കുന്ന, ചെങ്കടലിനെ പിളർത്തിയ ദൈവം ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോകുക. വെളിപാട് 3:8 പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ മുൻപിൽ ഒരു വാതിൽ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ ആ വാതിൽ നിനക്ക് കാണുവാനോ ആ വാതിൽ കടന്ന് അപ്പുറത്തേക്ക് പോകുവാനോ നിനക്ക് സാധിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? ദൈവവുമായിട്ടുള്ള വലിയൊരു ബന്ധത്തിലേക്ക് നീ കടന്നു വന്നുവെങ്കിൽ മാത്രമേ നിന്റെ മുൻപിൽ ദൈവം തുറന്നിട്ട അനുഗ്രഹത്തിന്റെ വഴികളെ, രക്ഷയുടെ വഴികളെ നിനക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് നിന്റെ മുൻപിൽ ഇതാ ദൈവം ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആ വാതിൽ നിനക്ക് കാണണമെങ്കിൽ നിന്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. നിന്റെ ഒരു വിശുദ്ധീകരണം നടക്കണം. ദൈവത്തിന്റെ വചനം നീ ശ്രമിക്കണം. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തീരുമാനമെടുക്കണം. അപ്പോൾ നിന്റെ മുൻപിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ കർത്താവ് തുറക്കുക മാത്രമല്ല, നിന്റെ മുൻപിൽ കർത്താവ് തുറന്നിട്ട വാതിലിനെ നിനക്ക് നേരാവണ്ണം കാണുവാനുള്ള കാഴ്ചയും കർത്താവ് നൽകും. നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ആ വാതിൽ ആർക്കും പൂട്ടാൻ പറ്റില്ല. അത് യേശു തുറന്ന വാതിലാണ്. യേശു തുറന്ന വാതിൽ പൂട്ടുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. നീ എൻ്റെ വചനം കാത്തു. ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷിക്കണം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ വചനം നീ കാത്തു. ആ ദൈവത്തിന്റെ വചനം നീ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആ വചനം ജീവിതത്തിന് പ്രാവർത്തികമാക്കണം. ദൈവത്തിന്റെ വചനം അനുസരിക്കാനുള്ള ദാഹമുണ്ടാവണം.
ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ നിന്റെ ഹൃദയത്തെ നീ തുറന്നു കൊടുക്കണം. ദൈവത്തിന്റെ വചനം ആഴമായിട്ട് നീ വിശ്വസിക്കണം. അപ്പോൾ നിന്റെ മുൻപിൽ ദൈവമായ കർത്താവ് തുറന്നിട്ടിരിക്കുന്ന വാതിൽ നിനക്ക് കാണുവാൻ സാധിക്കും. ആ വാതിലൂടെ നീ എപ്പോൾ പ്രവേശിച്ച് നടക്കുവാൻ തുടങ്ങുന്നു, അപ്പോൾ മുതൽ അനുഗ്രഹവും നന്മയും ദൈവത്തിൻ്റെ കരുണയും ജീവിതകാലം മുഴുവൻ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കാൻ സന്നദ്ധന. വാതിൽ തുറക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കണം. യെശയ്യാ 45:2 ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും, പിച്ചള വാതിലുകൾ തകർക്കും. നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും. നിന്റെ പ്രതിസന്ധികളെയൊക്കെ കർത്താവ് തകർത്തുകളയും. ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും. പൂട്ടപ്പെട്ടിരിക്കുന്ന ഓടാമ്പലൊക്കെ ഇട്ട് ഭവനങ്ങൾ പൂട്ടാറുണ്ട്. ഓടാമ്പലുകളെല്ലാം കർത്താവ് തൻ്റെ ശക്തിയാൽ തകർക്കാൻ പോവുകയാണ്. പിച്ചള വാതിലുകൾ ഞാൻ തകർക്കും, ഇരുമ്പോടാമ്പല് ഒടിക്കും, പിച്ചള വാതില് നിനക്ക് വേണ്ടി കർത്താവ് തകർക്കാനായിട്ട് പോവുകയാണ്. നീ യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിച്ച്, വിശ്വാസത്തോടെ ഒന്ന് വിളിച്ച്, യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ്, ദേശം 2 വർഷത്തോളമാകുന്നു, മാതാപിതാക്കന്മാർ ഒരു കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ആ കുഞ്ഞിൻ്റെ പേര് ആൻ മരിയ എന്ന്. കഴുത്തിന് ജന്മനാ ബലമില്ല, കഴുത്ത് വളഞ്ഞുകൂടി കിടക്കുന്നൊരു കുട്ടി, കാലുകൾക്ക് ബലമില്ല. വൈദ്യശാസ്ത്രത്തിൽ ഒന്നും ചെയ്യുവാനില്ല. വൈദ്യശാസ്ത്രത്തിൻ്റെ മുൻപിൽ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടു. വൈദ്യശാസ്ത്രം പറയുന്നതിന് ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല. അവര് നമ്മുടെ ധ്യാനത്തിലേക്ക് വന്നു. ധ്യാന ദിവസങ്ങളിൽ അവർ വചനം കേട്ടു. ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു ആ കുഞ്ഞിനെ സ്പർശിക്കുക. ആ കുഞ്ഞിൻ്റെ കഴുത്ത് ബലം പ്രാപിച്ചു, കാലുകൾ ബലം പ്രാപിച്ചു. വർഷം 2 കഴിഞ്ഞു. ആ പെൺകുഞ്ഞ് നല്ല മിടുമിടുക്കിയായിട്ട് നടക്കും. കഴുത്തിന് ബലമുണ്ട്, ഒരു പ്രയാസമില്ല കുഞ്ഞിന്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുക. ഉറപ്പാണ്, കർത്താവ് വാതിൽ തുറക്കും. കർത്താവിന്റെ നാമത്തെ ആര് വിളിച്ചപേക്ഷിച്ചാലും അവിടുന്ന് നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരുന്നവരാണ്. സർവശക്തനാണ് അവിടുന്ന്. അവിടുന്ന് നീതിമാന, അവിടുന്ന് കാരുണ്യവാന. തൻ്റെ മക്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഏതൊക്കെ വിധത്തില് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടോ അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. നമ്മൾ വെളിപാട് പുസ്തകത്തില് വായിച്ചു, കർത്താവ് വാതിൽ തുറന്നു തരുമെന്ന്. യെശയ്യാ 22:22 ഇങ്ങനെ പറയുന്നുണ്ട്. യേശുവിനെ വിശുദ്ധ ബൈബിളിൽ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നത്. കാരണം ദാവീദിന്റെ വംശത്തിലാണ് യേശു ജനിച്ചത്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കുകയില്ല. ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും. അവൻ പൃഥുഭവനത്തിന് മഹത്വത്തിന്റെ സിംഹാസനമായി ഭവിക്കും. ഇത് പറഞ്ഞിരിക്കുന്ന യേശുവിനെ കുറിച്ചാ. യേശു കർത്താവ് വാതിൽ തുറന്നാൽ തുറന്നുക. അത് ആത്മീയ നന്മയുടെ വാതിലാണെങ്കിലും ഭൗതിക നന്മകളുടെ വാതിലാണെങ്കിലും ഏതു വാതിൽ കർത്താവ് തുറന്നാലും ആ വാതിൽ ആർക്കും അടയ്ക്കാനാവില്ല. അവിടുന്ന് ഏതെങ്കിലും ഒരു വാതിൽ നമുക്ക് മുമ്പിൽ ബന്ധിച്ചാൽ, പൂട്ടിയാൽ പിന്നെ ആ വാതിൽ തുറക്കാനും ആരെ കൊണ്ടുമാവില്ല. കാരണം യേശു ദൈവമാണ്, അവിടുന്ന് സർവശക്തനാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി
വാതിൽ തുറന്നു തരുവാൻ, അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 41:10, ഞാൻ നിന്നെ വിളിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിന്നെ വിളിച്ചത്, നീ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രതിസന്ധികൾക്ക് മുൻപിൽ, പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുമ്പിൽ പതറി നിൽക്കാതെ നമുക്ക് യേശുനാമത്തെ വിളിച്ചപേക്ഷിക്കാം. നീ സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വരത്തുകയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വാതിലുകൾ പൂട്ടുകയും അടയ്ക്കുകയും ചെയ്യുന്ന ആ കരങ്ങൾ കൊണ്ട് നിന്നെ താങ്ങി നിർത്തുമെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ താങ്ങി നിർത്തും. നീ പരാജയപ്പെടുവാൻ, നീ തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അവിടുന്ന് നിന്നെ പേര് ചൊല്ലി വിളിച്ചതാ, നീ യേശുവിന്റെ സ്വന്തമാ. ആരൊക്കെ നിന്നെ തകർക്കാൻ നോക്കിയാലും നിന്നെ തകർക്കാൻ പറ്റില്ല. ആരൊക്കെ നിന്റെ ജീവിത വഴികളിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ആർക്കും അതിന് സാധിക്കത്തില്ല, അവർ വിജയം വരിക്കത്തില്ല. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരും നിന്നെ ഒരിക്കലും പരാജയപ്പെടുത്തത്തില്ല. യെശയ്യാ 42:16, അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും, അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും, ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഉറപ്പേറിയ ഒരു വാഗ്ദാനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുകയാണ്. അജ്ഞാതമായ മാർഗത്തിൽ ഞാൻ കുരുടരെ നയിക്കുമെന്നാ പറയുന്നത്. അജ്ഞാതമായ വഴികൾ, മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അജ്ഞാതമായ വഴികളെ കർത്താവ് തുറക്കാൻ പോകുകയാണ്. അപരിചിതമായ പാതയിൽ, വഴികളിൽ ഞാൻ അവരെ നടത്തും, അവരുടെ മുൻപിലെ അന്ധകാരത്തെ പ്രകാശമാക്കും. അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ അവർക്ക് മുൻപിൽ തുറക്കപ്പെട്ട വഴികൾ അവർ വ്യക്തമായിട്ട് കാണും. ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കും, അവർ അനുഗ്രഹം പ്രാപിക്കും. ദുർഘട ദേശത്തെ ഞാൻ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഇതെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന്റെ ജനമേ, ഉറച്ചു വിശ്വസിക്കുക. കർത്താവായ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. നിന്റെ മുൻപിലുള്ള അനുഗ്രഹ തടസ്സങ്ങളൊക്കെ മാറാൻ പോകുക. ആത്മീയ ഭൗതിക നന്മകളാൽ, സമാധാനത്താൽ, സന്തോഷത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോകുക. ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും അവിടുന്ന് തള്ളിക്കളയത്തില്ല. നിനക്ക് മുൻപിൽ കർത്താവ് വഴി തുറക്കാൻ പോകുക. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, തകർച്ചകള്, പരാജയങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പുതിയ വാതിൽ, പുതിയ വഴികൾ ഇപ്പോൾ തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ അടക്കപ്പെട്ട വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവ് തുറന്ന വാതിൽ, കർത്താവ് തുറന്ന വഴികൾ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വഴികളെ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ ബന്ധിക്കുന്നു. ദൈവത്തിന്റെ ജനം സ്വതന്ത്രമാവട്ടെ. ഹല്ലേലൂയ. ഇരുമ്പോടാമ്പലുകൾ യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. പിച്ചളവാദികൾ തകർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിനു മേൽ സാത്താനിട്ട ചങ്ങലകളെ യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. ദൈവത്തിന്റെ ജനം സ്വതന്ത്രരാവട്ടെ. അവർക്ക് മുൻപിൽ
അനുഗ്രഹത്തിന്റെ വഴികൾ ഇപ്പോൾ ഈ നിമിഷം തുറക്കപ്പെടട്ടെ. അത് സംഭവിച്ചു കഴിഞ്ഞു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അനേകർക്ക് ഇപ്പോൾ കർത്താവ് പുതിയ വഴികളെ തുറന്നു കഴിഞ്ഞിരിക്കുകയാ. ആ വഴി കാണുവാൻ കർത്താവ് നിന്റെ കണ്ണുകൾക്ക് പ്രകാശം തരുന്നു. ഇനി ആർക്കും ആ വാതിൽ, ആ വഴി അടയ്ക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്ക് നന്ദി പറയാം, കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങ് വഴികളെ തുറന്നു. അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. എൻ്റെ പേര് വിൽസൺ. ഞാൻ വല്ലൂരിൽ നിന്ന് വരുന്നു. ഈ വടി എന്തിനാ ഉപയോഗിക്കുന്നത്? വടി കാലുവേദനയ്ക്ക് നടക്കാൻ. വടി കുത്തിയാണെന്ന് തോന്നുന്നത്. 2 കാലും തളർന്നതായിരുന്നോ? ഒട്ടും നടക്കാൻ പറ്റാത്ത കിടപ്പായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ സൗഖ്യ പ്രാർത്ഥന സമയത്ത് കാലുകൾക്ക് ബലം കിട്ടിയോ? ബലം കിട്ടി. എന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബലം ഉണ്ടായിരുന്നില്ല. ഇവിടത്തോളം എത്തി കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കാലിന് ബലമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി അടിച്ചു നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇനി നടന്ന് കാണിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് നന്ദി. കർത്താവ് സൗഖ്യദായകനാണ്, കാരുണ്യവാനാണ്. മത്തായിയുടെ സുവിശേഷം 14:14 ഇങ്ങനെ പറയുന്നു, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ജനക്കൂട്ടത്തോട് അവന് അനുകമ്പ തോന്നി. അവൻ അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കി. ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് യേശുവാണ്. അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശുവെ നന്ദി, യേശു മഹത്വം. സന്തോഷമായില്ലേ? അപ്പച്ചൻ്റെ പേരെന്താ? കുഞ്ഞുമോൻ. കുഞ്ഞുമോന്. വീട് എവിടെയാ? ആയവന. അപ്പച്ചന് എന്ത് പറ്റിയിരുന്നു? വണ്ടി ഇടിച്ചിട്ട് 2 കാല് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ തലയ്ക്ക് ബ്ലോക്കായി, ഹാർട്ടിന് ബ്ലോക്ക്. തലയ്ക്ക് ബ്ലോക്ക്, ഞരമ്പിന് ബ്ലോക്ക്, ഹാർട്ടിന് ബ്ലോക്ക്. പിന്നെ 2 കിഡ്നിയുടെ പ്രവർത്തനം നിന്ന് തുടങ്ങി. ഒരെണ്ണം കംപ്ലീറ്റും പ്രവർത്തനം. എത്ര നാളായി ആള് കിടപ്പായിട്ട്? എത്ര നാളായി? 7 വർഷമായി. 7 വർഷമായിട്ട് കിടപ്പ് രോഗിയാണ് ഈ വ്യക്തി. 7 വർഷമായിട്ട് കിടപ്പ് രോഗിയായ ഈ മകനെയാ കർത്താവ് എഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പച്ചന് കാലിനും കൈക്കും നടുവിനൊക്കെ നല്ല ബലം തോന്നുന്നുണ്ട്. കാലിന് ബലമില്ല, നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. സ്റ്റെപ്പ് ഇറങ്ങാൻ പ്രയാസമായിരിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും ഒന്ന് കരമെത്തി സ്തുതിച്ച്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിൻ്റെ നാമത്തിൽ കാലുകൾ, കാൽപാദങ്ങൾ ബലം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈ പൊക്കാൻ പ്രയാസമായിരുന്നോ? ഒന്നിച്ചു പൊക്കിക്കേ 2 കൈ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മച്ചി പിടിക്കണ്ട കേട്ടോ. കരെടുത്ത് വെച്ച്, എടുത്തു വെച്ച് ധൈര്യമായിട്ട് പിടിക്കണ്ട, പിടിക്കണ്ട, വീഴത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പോരിങ്ങോട്ട്. ഹല്ലേലൂയാ. അപ്പച്ചൻ്റെ നടുവിനും കാലിനൊക്കെ ബലം കിട്ടുന്നുണ്ടോ? നന്നായിട്ട് ബലം കിട്ടുന്നുണ്ട്. ഉണ്ട്. ഹല്ലേലൂയാ. 7 വർഷമായിട്ട് ഒരേ കിടപ്പായിരുന്ന ഈ അപ്പച്ചനെയാണ് കർത്താവ് ഇപ്പോൾ എഴുന്നേൽപ്പിച്ചത്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയാ. ഇനി എല്ലാവരും ഒന്ന് കരമെത്തി പിടിച്ച്. അമ്മച്ചിക്ക് ഒത്തിരി സങ്കടമുണ്ട്. അമ്മച്ചിയുടെ മോനും വയ്യാതെ കിടക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. കർത്താവേ, ഈ അപ്പച്ചൻ്റെ കാല്, നടുവ്, നട്ടലൊക്കെ ബലമാവട്ടെ. ഈ അപ്പച്ചൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പൂർണ്ണമാവട്ടെ. കാല്, നടുവൊക്കെ പരിപൂർണമായിട്ട് ബലമാവട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ.
യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേഗരക്ഷകൻ യേശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു 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 ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ